ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പോഷന്മാരുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സെപ്റ്റംബർ 19 നമുക്കൊരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ, നമുക്കറിയാം പ്രച്ഛന്നവേഷം എന്നാണ് പറയാം. അതായത് നമുക്കറിയാം പോഷക ഗുണമുള്ള ഒരുപാട് ഫലവൃക്ഷാദാദികളുണ്ട്. അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പഴങ്ങളും പച്ചക്കറികളും ഒരുപാടുണ്ട്. അപ്പോൾ ന്യൂട്രീഷ്യസ് സംബന്ധമായ പഴങ്ങൾ പച്ചക്കറികൾ കൊണ്ടുള്ളൊരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് പല രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നെങ്കിൽ ഈ പഴങ്ങളുടെയോ അല്ലെങ്കിൽ പച്ചക്കറികളുടെ പടം വരച്ചിട്ട് അത് അവർക്കൊരു ഡ്രസ്സ് പോലെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ കാർഡ്ബോർഡുകൾ കൊണ്ടുള്ള അല്ലെങ്കിൽ തെർമോകോൾ കൊണ്ടുള്ള രീതിയിൽ പടം വരച്ചിട്ട് അതെന്നുള്ള രീതിയിൽ നമുക്ക് അതിനുള്ളിൽ നിർത്തിക്കൊണ്ടുള്ള രീതിയിൽ കാണിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അല്ലെങ്കിൽ ഒറിജിനലി ഈ പറയുന്ന പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിച്ചുകൊണ്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പറ്റും. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. നമുക്കിവിടെ വരുന്നത് ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ, അതായത് പോഷക ഗുണമുള്ള പച്ചക്കറികളാണെന്ന് തോന്നിപ്പിക്കുന്നതിനുള്ള കോമ്പറ്റീഷൻ. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലും പോഷന്മാരുടെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈ വർഷവും നമ്മൾ സെപ്റ്റംബർ 19 നിങ്ങൾ അംഗനവാടിയിൽ ഈ ഒരു പ്രവർത്തനം നടത്തണം. ഈ ഒരു പ്രവർത്തനം നടത്തിയതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എടുക്കുകയും അത് നമ്മുടെ ഡാഷ്ബോർഡിൽ എൻ്റർ ചെയ്യുകയും വേണം. അപ്പോൾ നല്ല രീതിയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മുന്തിരിങ്ങ, ആപ്പിള്, മാംഗോ ഇതിൻ്റെയൊക്കെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് വന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ ആ രീതിയിൽ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ബെനഫിഷ്യറീസിൻ്റെ അടുത്തും പ്രത്യേകം അത് പറയുക, അവരുടെ അടുത്ത് കാര്യം പറഞ്ഞിട്ട് അതനുസരിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് വരാനായിട്ട് പറയാം. എന്നിട്ട് നിങ്ങൾക്ക് അംഗനവാടികളിൽ ആ രീതിയിലുള്ള അമ്മമാർ ചെയ്ത് കൊടുക്കുമല്ലോ, എന്നിട്ട് അത് അംഗനവാടികളിൽ നിങ്ങൾക്ക് ഒരു പ്രദർശനം പോലെ ചെയ്യാനും പറ്റും. കുട്ടികൾക്ക് തന്നെ അതിൻ്റേതായ ഒരു പ്രാധാന്യം മനസ്സിലാക്കാനും പറ്റും. എന്നിട്ട് കുട്ടികൾ പിന്നെ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു കുട്ടി മുന്തിരിയുടെ പടവും മുന്തിരി എന്നുള്ള രീതിയിൽ പ്രച്ഛന്നവേഷം, ഒരു കുട്ടി മാങ്ങയുടെ പ്രച്ഛന്നവേഷം ആണെങ്കിൽ 2 കുട്ടികളോടും അവരുടെ പ്രാധാന്യം നമ്മൾ പ്രൊജക്റ്റിൽ തീം നടത്തില്ല, നമ്മൾ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് ചെയ്യുന്ന പോലെ അതിൻ്റെ പ്രാധാന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. മാങ്ങ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ആ കുട്ടിക്ക് പറയാൻ പറ്റും, മുന്തിരി ആണെങ്കിൽ അതിൻ്റെ പ്രാധാന്യം ആ കുട്ടിക്ക് പറയാൻ പറ്റും. അതങ്ങനെ അവരെ കൊണ്ട് പറയിക്കുക. അങ്ങനെ ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ജനാന്തോളം ഡാഷ്ബോർഡിൽ എൻ്റർ ചെയ്യും വേണം. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ തീമും ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടതെന്നുള്ളത് ഇപ്പോൾ ജനാന്തോളം ഡാഷ്ബോർഡ് വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് മോഡലുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു എക്സാമ്പിളാണ്. കണ്ട, ആ കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് ആ കുട്ടീനെ അത് ധരിപ്പിച്ചു. കണ്ട, ക്യാരറ്റിൻ്റെ ഒരു മാതൃക. അതുപോലെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. കണ്ട, ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. കണ്ട, ന്യൂട്രീഷ്യസ് ആയിട്ട് ബന്ധപ്പെട്ട ഹെൽത്തി ഫുഡായിട്ട് ബന്ധപ്പെട്ട കോമ്പറ്റീഷൻ, അതിൻ്റെ ഫോട്ടോസ് കണ്ടില്ലേ. ഈ രീതിയിൽ നിങ്ങളത് ക്രിയേറ്റ് ചെയ്യുക. ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെ ചെയ്യണം കേട്ടോ. അതിനുശേഷം നിങ്ങളത് ജനാന്തോളനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇത് രേഖപ്പെടുത്തുകയും വേണം. ഇനി എങ്ങനെയാണ് നമുക്കിത് ജനാന്തോളൻ ഡാഷ്ബോർഡിൽ ഈ പറഞ്ഞ പ്രവർത്തനം രേഖപ്പെടുത്താം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ജനാന്തോളനിൽ തീം ആക്ടിവിറ്റി ആയിട്ട് രേഖപ്പെടുത്തുന്ന സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ജനാന്തോളൻ ഡാഷ്ബോർഡിൽ കയറാം. ജനാന്തോളൻ ഡാഷ്ബോർഡിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ 3 വരയിൽ ക്ലിക്ക് ചെയ്യുക, ഡാറ്റ എൻട്രി ക്ലിക്ക് ചെയ്യുക, യൂസർ നെയിം പാസ്വേഡ് അടിക്കുക, ലോഗിൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് തീം സെലക്ട് ചെയ്യണം. നമുക്ക് തീം എന്ന് പറയുന്നത് ഏരിയാസ് ഇൻഫ്ലുവൻസ് ന്യൂട്രിയൻസ് ഇൻഫ്ലുവൻസ് ചെയ്യണ ഒരു ആണല്ലോ. അപ്പോൾ ഏരിയാസ് ഇൻഫ്ലുവൻസ് ന്യൂട്രീഷൻ എടുക്കുക. അതിനുശേഷം നിങ്ങൾ അംഗനവാടി ലെവലാക്കുക, അംഗനവാടി സെലക്ട് ചെയ്യുക. അംഗനവാടി സെലക്ട് ചെയ്യുന്ന ആക്ടിവിറ്റി സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ ഒരുപാട് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന ഒന്നാമത്തെ ലോക്കൽ ഡയറ്ററി പ്രാക്ടീസസ് അവയർനെസ് ക്യാമ്പ് ഓൺ ഹെൽത്തി ഡയറ്ററി പ്രാക്ടീസസ്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് കാണിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് താഴെ, അതർ എന്ന് പറഞ്ഞിട്ട്. അതും നിങ്ങൾക്ക് ഇതിൽ കാണിക്കാം. കാരണം നമ്മളൊരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ അല്ലേ, അതർ കാണിക്കാം. ലോക്കൽ ഡയറ്ററി പ്രാക്ടീസ് റീജിയണൽ സീസണിൽ കാണിക്കാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് പ്രൊമോഷണൽ അവയർനെസ് ഓൺ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് ഇതും കാണിക്കാം. നിങ്ങൾക്ക് മനസ്സിലായാൽ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് രേഖപ്പെടുത്താനായിട്ട് പറ്റും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രം ഡേറ്റ് കൊടുക്കുക, ടു ഡേറ്റ് കൊടുക്കുക, അവിടെ എണ്ണം കൊടുക്കുക, എത്ര പേര് പങ്കെടുത്തു എന്നുള്ളതിൻ്റെ എണ്ണം നമുക്കവിടെ കാണിക്കണം.
അതിനുശേഷം നമുക്കവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ താഴെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ എന്നുള്ളത് കൊടുക്കുക. ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ സക്സസ്ഫുള്ളി സബ്മിറ്റ് എടുത്ത് വന്നിട്ട് കാണാം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഒരു പ്രവർത്തനം നിങ്ങൾ കറക്റ്റായിട്ട് നടത്തുക. അപ്പോൾ കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു അവബോധം ഇതിനെക്കുറിച്ച് കൊടുക്കണം. അതായത് ഈ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ എന്തിനാണ് നമ്മൾ നടത്തിയത്, ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പച്ചക്കറികൾ എന്തിനാണ് നമ്മൾ കാണിച്ചത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അവരുള്ളിൽ അത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ കറക്റ്റായിട്ട് ചെയ്യുക. ജന്നാന്തോളിൽ എൻ്റർ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.